ഹലോ ചങ്ങായിസ്, എല്ലാവർക്കും കവിസ്ഡ്രീംട്യൂബിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാൻഡിൽസ് ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോട്ടിലും ഈ ഒരു ഗ്ലാസ് കൂടായിരുന്നു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങനെയൊന്ന് റിയൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ബോട്ടിൽ ഇല്ലാത്തവർക്ക് ഞാൻ കാണിച്ച പോലെ പെയിൻറ്റ് ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ക്യാൻഡിലിൽ നിന്ന് മെഴുക് സംഭവം ഉണ്ടല്ലോ അത് വന്നിട്ട് എടുത്ത് ഒരു മാറ്റി വെക്കാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു തിരി പോലെ ഉണ്ടല്ലോ അതിനെ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ്, നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന പാത്രത്തിലൊന്നും ചൂടാക്കണ്ട, നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് അതിനെ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ മെൽട്ടായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഈ ഗ്ലാസ് ജാറും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ് ആ ടൈം കൊണ്ട്. അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി പ്ലെയിൻ ഗ്ലാസ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കതും റീയൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉരുക്കിക്കൊണ്ട് വന്ന മെഴുക് നമ്മുടെ ഈ ഒരു സംഗതിയിലേക്ക്, ആ ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഗ്ലാസ് ഇല്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ പെയിൻറ്റ് ബോട്ടിൽ, അതിൽ എന്താണോ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഐറ്റംസ്, പ്ലാസ്റ്റിക്കിൽ ഒഴിക്കല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുകി പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഐറ്റംസ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ തിരി ജസ്റ്റ് കത്രിക കൊണ്ടൊന്ന് പിടിക്കുകയാണ്. എന്തെങ്കിലും ഒരു കട്ടിംഗ് പ്ലെയറോ ഒന്നും വേണ്ട, അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഉരുക്കി കൊണ്ടുവന്ന മെഴുക് ജസ്റ്റ് സ്റ്റൗവിലേക്ക് വെക്കുമ്പോൾ ആ ചൂട് കൊണ്ട് അതങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുക്ക ഒരു 10-15 മിനിറ്റോളം മതിയാവും. ഫാനോട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി വന്നതിന് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് ഹണി ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒരു കുഞ്ഞ് തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. ഇങ്ങനെ പരന്നിരിക്കുന്ന പാത്രമുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ ആ ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ ഇരിക്കും, താഴ്വശത്ത് അങ്ങനെ ഗ്ലാസ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ്, വലിയ യൂസൊന്നും ഇല്ല, നമുക്ക് ഷോ പീസായിട്ട് വെക്കാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷോ പീസായിട്ട് വെക്കാനെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജാറിനകത്ത് എന്തായാലും അതിൻ്റെ ഒരു ഭംഗി അറിയില്ല. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കാം. കാരണം ജാറൊക്കെ കംപ്ലീറ്റ്ലി തീർന്നു കഴിയുമ്പം, അതായത് ഒരു പാതി പോർഷൻ എത്തുമ്പോഴേ മിക്കവാറും ആളുകൾ അതങ്ങ് കളയുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഗ്ലാസ് ജാറാണെങ്കിൽ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അതിനെ ഒന്ന് റീയൂസ് ചെയ്തെടുക്കാം നമുക്ക്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ജാർ ഫുള്ളിന് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഞാനിങ്ങനെ നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പേസ് വരില്ലേ, നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇങ്ങനെ സ്പോഞ്ച് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നല്ലതാണ്. കാരണം നമ്മൾ അതിനകത്ത് ലൈറ്റൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു ഫസ്റ്റ് കോട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഗ്ലാസ് ബോട്ടിൽ വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ ഫസ്റ്റ് കോട്ട് കൊടുക്കുമ്പോഴേ കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റി ചെയ്ത് നോക്കാം. അപ്പം ഞാൻ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതിലേക്കൊരു കുട്ടി ഡിസൈനൂടെ കൊടുക്കാമെന്ന് വെച്ചു. നമ്മളിങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ കുറേ ബോട്ടിൽസ്, അതിലൊക്കെ ഇങ്ങനത്തെ ഡിസൈൻ ആയിരിക്കും, ഇങ്ങനെ ഡോട്ട് കൊടുക്കില്ലേ. അപ്പോൾ അങ്ങനെ അതുകൂടി കൊടുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു കളറൊക്കെ, ഈ ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇനി ഫുൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബോട്ടിൽ ഫുള്ള് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പം ഇതാണ് ബോട്ടിൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഹാൻഡിൽ ആ ഒരു പിടിയിൽ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വിട്ടോളൂ, കുഴപ്പമില്ല. അപ്പം ഞാൻ അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ബോട്ടിൻ്റെ മുകൾ വശം ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നമ്മൾ ജൂട്ട് ത്രെഡ്, നമ്മുടെ ചണയുണ്ടല്ലോ, അതങ്ങോട്ട് ചുറ്റി കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ കാണാൻ ഇച്ചിരി കൂടിയിട്ട് ഭംഗിയായിരിക്കും. എന്താ പറയുക, അതിനൊരു ട്രഡീഷണൽ ലുക്കൊക്കെ കൊടുക്കാമെന്ന് പറയില്ലേ, ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും അത് കാണാനായിട്ട് കേട്ടോ. ഇനി അപ്പം ഞാൻ അതിലേക്ക് ഹാങ് ചെയ്തിടാനായിട്ട് ഇതുപോലൊരു പേപ്പറിൽ നിന്ന് ഒരു ലവ് ഷേപ്പ്, നമ്മുടെ ഹേർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു കളറിൽ പോലെ തോന്നിക്കുന്ന ഒരു പേപ്പറിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡിസൈനിലൊക്കെ പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ നോർമൽ പേപ്പർ തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അപ്പം ഞാനിതിലേക്ക് ഇതായി ഒരു പേപ്പറിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ സ്വീറ്റ് ഹോമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു കോഡ്സ് എഴുതിയിട്ട് അതിങ്ങനെ നമ്മുടെ ആ ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ മിക്കവാറും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജൂട്ട് ത്രെഡിൽ തന്നെ കുറച്ചെടുത്തിട്ട്
നമ്മുടെ ആ ഒരു പേപ്പർ ജൂട്ട് ത്രെഡിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ബോട്ടിലേക്ക് ഈ ജൂട്ട് ത്രെഡ് ഒന്ന് കെട്ടിക്കൊടുക്കും. ഇങ്ങനെ കെട്ടി കൊടുക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനത്തെ ബോട്ടിൽസൊക്കെ കാണുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡിലായിട്ടാണ് ഞാൻ കെട്ടുന്നത്. നിങ്ങൾക്ക് അതിലെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമ്മൾ മുകൾ വശത്ത് ജൂട്ട് ത്രെഡ് കെട്ടിയില്ലേ, അതുപോലെ വേണേലും ചെയ്യാം. ഇനി ഇങ്ങനെ കുഞ്ഞൊരു ബോ ഉണ്ടാക്കിയിട്ട് അതും കൂടി നമ്മുടെ ബോട്ടിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ജൂട്ട് ത്രെഡ് വെച്ച് തന്നെ ചെയ്തിട്ട് അതിങ്ങനെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുപ്പിക്കുട്ടപ്പൻ സുന്ദര കുട്ടപ്പനായി കണ്ടോ. അപ്പോൾ എങ്ങനെ ഇരുന്നൊരു ബോട്ടിൽ നമ്മളിങ്ങനെ ആക്കി എടുത്തില്ല. അപ്പോൾ ഇതുപോലെ പഴയ ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ കുട്ടപ്പം റെഡി ആയിക്കൊണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഉണങ്ങിയ ക്യാൻഡിൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഉരുക്കിയൊക്കെ വെച്ച് സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ ക്യാൻഡിലിനെ ഒന്ന് കത്തിക്കണ്ടേ. അപ്പോൾ രണ്ടുപേരുടെ അടുത്തടുത്തിരുന്നോട്ടെ, അവനെ ഒന്ന് കത്തിച്ചും കൂടി കാണിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ ഇതുപോലെ കത്തിച്ചു കൊടുക്കുക. ഒരേ ഒരു പ്രശ്നം എനിക്ക് ക്യാൻഡിൽ കത്തിക്കുമ്പോൾ തോന്നിയുള്ളൂ. കാര്യം നമ്മൾ ആ ഒരു തിരിയിരിക്കുന്ന ഭാഗത്ത് ചൂട് കൂടിയിട്ട് അവിടെ മാത്രം പെട്ടെന്ന് ഇങ്ങനെ മെൽട്ടായി പോകുന്ന പോലെ തോന്നി. പക്ഷേ അത് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കത്തി നിന്നോളും, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.